പ്രതികരണവേദിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രതികരണവേദിയുടെ മുൻ എപ്പിസോഡുകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രതികരണവേദി സംസാരിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് പ്രചരിക്കുന്ന ചില വീഡിയോകൾ അനേകം പ്രേക്ഷകർ പ്രതികരണവേദിക്ക് അയച്ചു തരികയും അതേക്കുറിച്ചുള്ള പ്രതികരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. യേശു ഏകരക്ഷകൻ, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, യേശുവിലൂടെ രോഗശാന്തി, കാൽ തളർന്നവർ നടക്കുന്നു, ചെവി കേൾക്കാത്തവർ കേൾക്കുന്നു എന്ന് വേണ്ട, തലമുടി വളരാൻ വരെ യേശുവിനെ പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടറും വേണ്ട, ആശുപത്രിയും വേണ്ട, യേശു മാത്രം മതി. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്ക് യുക്തിപൂർവ്വം ഒന്ന് പരിശോധിക്കാം. യേശുവിനും 3000 വർഷം മുൻപുള്ള ഈജിപ്തുകാരുടെ പൗരാണിക ദേവനായ ഹോറസിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഹോറസ് ജനിച്ചത് ഡിസംബർ 25-ന്, യേശു ജനിച്ചതും ഡിസംബർ 25-ന്. ഹോറസ് ജനിച്ചത് കന്യകയായ ഐസിസ് എന്ന സ്ത്രീയിൽ, യേശു ജനിച്ചത് കന്യകയായ മറിയത്തിൽ. ഹോറസിന്റെ ജന്മസമയത്ത് 3 പണ്ഡിതന്മാർ കിഴക്ക് നിന്നും വന്നു. യേശുവിനും അതേ അനുഭവം. ഹോറസിന് 12 ശിഷ്യന്മാർ, യേശുവിനും 12 ശിഷ്യന്മാർ. ടൈഫോൺ എന്ന രാജാവിനെ പേടിച്ച് ഹോറസിനെ ഈജിപ്തിലേക്ക് കടത്തിയ പോലെ യേശുവിനെയും ഈജിപ്തിലേക്ക് കടത്തി. ഹോറസിന്റെ പഠനം ദേവാലയത്തിൽ, യേശുവിന്റെ പഠനവും ദേവാലയത്തിൽ. ഹോറസിനെ 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം ചെയ്യിച്ചു, യേശുവിനെയും 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. ഹോറസ് വെള്ളത്തിന് മുകളിലൂടെ നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, യേശുവും അതേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഹോറസ് എൽ അസറസിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു, യേശു ലാസറസിനെയും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹോറസിനെ കുരിശിലേറ്റി, യേശുവിനെയും കുരിശിലേറ്റി. ഹോറസ് 3-ാം ദിവസം കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു കേവലം ഹോറസ് എന്ന ദേവന്റെ ഒരു പുനരവതാരമോ അതല്ല എങ്കിൽ പുനരാഖ്യാനമോ മാത്രമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. ഇത് പറയുന്ന വ്യക്തി തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ധൈര്യം കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാല് താൻ പറയുന്ന കാര്യങ്ങൾ അബദ്ധമാണ് എന്ന് ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിച്ചുകൊണ്ട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കും. എങ്കിലും നമുക്കറിയാം ഇതൊരു മത തീവ്രവാദിയുടെ സൃഷ്ടിയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ചില സൂചനകൾ ഈ വീഡിയോയിൽ തന്നെ ലഭ്യമാണ്. ബൈബിളിലെ ചില പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹീബ്രു പദങ്ങളെ ചില അറബി പദങ്ങളുമായി തെറ്റിദ്ധരിച്ച് ഇദ്ദേഹം ഉദ്ധരിക്കുമ്പോൾ തന്നെ സൂചന വ്യക്തമാണ്. അതായത് നമുക്കറിയാം ഇദ്ദേഹം പറയുന്ന ചില വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പറഞ്ഞ ഏൽ ഏൽ ലമാ സബക്താനി എന്ന അരമായ വാക്യത്തെ ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് ഏൽ ഏൽ ലാബ സമസ്താനി എന്നാണ്. യേശു കുരിശിൽ കിടന്ന് ഏലി ഏലി ലബാ സമസ്താനി, ഏലി ഏലി ലബാ സമസ്താനി, അഥവാ അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് സ്വന്തം പിതാവായ യഹോവയോട് കേഴുന്നു. ഈ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പറഞ്ഞ വ്യക്തിയുടെ തനിമ വ്യക്തമാണ്. അതുപോലെ തന്നെ ബൈബിളിലെ അമലേക്യരെ കുറിച്ചുള്ള പരാമർശം ഇദ്ദേഹം ഉദ്ധരിക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന്റെ തനിമ അഥവാ സ്വത്വം വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം അമലേക്യർക്ക് പകരമായി പറയുന്നത് അമാലിക്കുകൾ എന്നാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു മത തീവ്രവാദി സ്വന്തം തനിമ സ്വത്വം വെളിപ്പെടുത്താൻ മടിച്ചുകൊണ്ട് ബോധപൂർവം സമൂഹ മാധ്യമങ്ങളിലൂടെ മതങ്ങൾ തമ്മിലുള്ള സ്വസ്ഥത അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ്. ആ ശ്രമത്തെയോ അദ്ദേഹത്തിന്റെ ഭീരുത്വത്തെയോ ഞങ്ങൾ വിശകലനം ചെയ്യുന്നില്ല. പക്ഷേ പ്രേക്ഷകരിൽ
വളരെയധികം പേർ ഇതിന്റെ വിശദീകരണം ചോദിച്ചു എന്നുള്ളതുകൊണ്ട് ഇതിൽ ഉന്നയിക്കുന്ന ചില വസ്തുതകളെ കുറിച്ചുള്ള വിശകലനത്തിന് മാത്രമാണ് പ്രതികരണവേദി മുതിരുന്നത്. ഒന്നാമതായി അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനേ അല്ല എന്നാണ്. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്നത് യേശുവിനും 4 നൂറ്റാണ്ട് മുൻപാണ്. ബുദ്ധന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാണക്യൻ ജനിച്ചത് യേശുവിനും 300 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് രചിച്ച അർത്ഥശാസ്ത്രം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇനി നമുക്ക് ഗ്രീസിലേക്ക് വരാം. സോക്രട്ടീസിന്റെ കാലം യേശുവിനും 4 നൂറ്റാണ്ട് മുൻപാണ്. ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകൾ ഉണ്ടായിരിക്കെ കേവലം 2000 വർഷം മുൻപ് ജനിച്ചെന്ന് പറയപ്പെടുന്ന യേശുവിന്റെ ജനനം, ജീവിതം, മരണം എന്നിവ ചരിത്രത്താളുകളിൽ കൃത്യമായി ഇല്ലാത്തതെന്തുകൊണ്ട്? യേശുവിന്റെ ജീവിതം ഒരു കെട്ടുകഥയാണോ? ശ്രീബുദ്ധനെ കുറിച്ച് ചരിത്രമുണ്ട്, അതല്ല എങ്കിൽ ചാണക്യനെ കുറിച്ച് ചരിത്രമുണ്ട്, ഗ്രീക്ക് തത്വചിന്തകരെ കുറിച്ച് ചരിത്ര പരാമർശങ്ങളുണ്ട്. 2000 കൊല്ലം മാത്രം പഴക്കമുള്ള ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരു രേഖ പോലും ഇല്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം, പുതിയ നിയമം ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ്. സോക്രട്ടീസിനെ കുറിച്ച് നാം അറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ശിഷ്യരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും എഴുതുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സോക്രട്ടീസിനെ നമുക്ക് മനസ്സിലാകുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ക്രിസ്തു ശിഷ്യർ എഴുതിയ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ ചരിത്രരേഖകളല്ല എന്നാർക്കാണ് പറയാൻ സാധിക്കുക? വേണ്ട, അതൊരു മതപക്ഷത്തെ വീക്ഷണമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ ചരിത്രപരതയെ ഈ അജ്ഞാത തീവ്രവാദി നിഷേധിക്കുന്നതിനെ ആ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കും. എന്നാൽ അല്ലയോ അജ്ഞാതനായ തീവ്രവാദി, താങ്കൾ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിന് വെളിയിൽ ചരിത്രം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ആ കാലഘട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് റോമൻ ചരിത്രമാണ്. കാരണം പലസ്തീന റോമിന്റെ സാമന്ത രാജ്യവും പിന്നീട് റോമൻ ഗവർണർ നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രവിശ്യയുമായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്കറിവുള്ള വസ്തുതയാണ്. അതുകൊണ്ട് റോമൻ ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടില്, ക്രിസ്തു മരിക്കുന്നത് AD 30-ാം ആണ്ട് ഏപ്രിൽ 7-ാം തീയതിയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വസ്തുനിഷ്ഠമായി കണ്ടെത്താവുന്നതാണ്. അതോടനുബന്ധിച്ചുള്ള റോമൻ ചരിത്രകാരന്മാരുടെ വിലയിരുത്തലുകൾ പരിശോധിച്ചു നോക്കുക. താലസ് എന്ന പേരില് ഒരു ചരിത്രകാരൻ റോമൻ ചരിത്രം 3 വാല്യങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് AD 55-ലാണ്. റോമാക്കാരുടെ നിലപാടുകളും നടപടികളും പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് താലസ് റോമൻ ചരിത്രം എഴുതുക. അതിൽ അദ്ദേഹം അതിന്റെ 3-ാം വാല്യത്തില് വലിയൊരു ഭാഗം നീക്കിവച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പലസ്തീനായിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ റോമാക്കാര് കുരിശിൽ തറച്ചു കൊന്നപ്പോൾ അന്ധകാരമുണ്ടായി, ഇത് റോമിന്റെ വിധി തെറ്റായിരുന്നു എന്ന ധാരണ പരക്കാനിടവന്നു. എന്നാൽ യേശുവിന്റെ മരണസമയത്ത് ഉണ്ടായ അന്ധകാരം സൂര്യഗ്രഹണം മൂലമുണ്ടായതാണ് എന്ന് സ്ഥാപിക്കാൻ താലസിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ അനേകം പേജുകൾ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് അല്ലയോ സുഹൃത്തെ താങ്കൾ വായിക്കാതിരുന്നതിന് ആരാണ് ഉത്തരവാദി? എന്ന് മാത്രമല്ല, താലസിന്റെ ഒരു ഒറ്റപ്പെട്ട വീക്ഷണം മാത്രമല്ല, റോമൻ സെനറ്ററായിരുന്ന പ്ലീനിയുടെ എഴുത്തുകൾ റോമൻ ചരിത്രം മനസ്സിലാക്കാൻ ഏറ്റവും സഹായകമാണ്. പ്ലീനി ദ യങ്ങറുടെ എഴുത്തുകൾ, അദ്ദേഹം റോമൻ ചക്രവർത്തിക്ക് എഴുതുന്ന എഴുത്തുകളാണ്. ബിഥീനിയയിലെ ഗവർണറായിരുന്ന ഇദ്ദേഹം AD 55-ൽ എഴുതുകയാണ്, റോമൻ ചക്രവർത്തിക്ക് എഴുതുകയാണ്, അല്ലയോ ചക്രവർത്തി, നസ്രത്തുകാരൻ യേശു എന്ന മനുഷ്യനെ റോമൻ സൈന്യം കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ അവന്റെ അനുയായികൾ ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ ഉന്നതമായ ധാർമ്മിക നിലവാരം പുലർത്തുകയും സമാധാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും റോമിന്റെ നിലപാട് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ ഒന്നൊഴിയാതെ ഞാൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് AD 61 55-നും 61-നും ഇടയിൽ എഴുതിയ എഴുത്തുകളിൽ പ്ലീനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ചരിത്രമല്ല എന്ന് അല്ലയോ അജ്ഞാതനായ തീവ്രവാദി താങ്കൾ വാദിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. വീണ്ടും നമുക്കറിയാം, മറ്റൊരു വിഖ്യാത റോമൻ ചരിത്രകാരനാണ് കൊർണേലിയൂസ് താസിറ്റസ് എന്ന ചരിത്രകാരൻ. റോമിന്റെ നാളാഗമങ്ങൾ, റോമൻ അനൽസ് എന്ന പേരിൽ അദ്ദേഹം 13 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളെ കുറിച്ച്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് AD 64 നീറോ ചക്രവർത്തി എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി എന്നതിനെക്കുറിച്ച്. ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, AD 30 പന്തിയോസ് പീലാത്തോസ് എന്ന യൂദയ ഗവർണറാണ് നസ്രത്തുകാരനായ യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത് എന്ന് താസിറ്റസിന്റെ നാളാഗമങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഇത് ചരിത്രമല്ല എന്ന് അല്ലയോ അജ്ഞാതനായ തീവ്രവാദി താങ്കൾ പറയുമോ എന്നെനിക്ക് സംശയമുണ്ട്. വീണ്ടും ഇവിടെ മാത്രമല്ല, നമുക്കറിയാം സമസോത്തായിലെ ലൂസിയാന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇതും 13 വാല്യങ്ങളുള്ളതാണ്. ഈ ഗ്രന്ഥങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അവിടെ അതുപോലെ ജോസേഫൂസിന്റെ വിഖ്യാത ഗ്രന്ഥങ്ങൾ, യഹൂദ യുദ്ധങ്ങൾ, അതുപോലെ യഹൂദ പൗരാണികത്വം, ജൂവിഷ് വാർ ആൻഡ് ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്നൊക്കെയുള്ള പേരിലുള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് എത്രയോ വസ്തുനിഷ്ഠമായി കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും താങ്കൾ ക്രിസ്തു ഒരു ചരിത്ര പുരുഷനെ അല്ല, ക്രിസ്തുവിനെ കുറിച്ച് യാതൊരു ചരിത്ര രേഖകളുമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ തുറവിയുള്ള ഏതൊരു മനുഷ്യനും ഇന്ന് സംലഭ്യമാണ്. താങ്കൾ എടുത്തു വായിച്ചാൽ താങ്കൾ പറഞ്ഞ അവകാശവാദങ്ങൾ എത്രയോ ബാലിശവും അബദ്ധജടിലവുമാണ് എന്ന് അപ്പോൾ മനസ്സിലാകും. വീണ്ടും മനസ്സിലാക്കുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അദ്ദേഹം പറയുന്നത് ചരിത്രമില്ല എന്ന് പറയുമ്പോൾ, ചരിത്രപരമായ യേശുവിന്റെ ജീവിതത്തിന് തെളിവില്ല എന്ന് പറയുമ്പോൾ, ഇന്നത്തെ പോലെ യേശുവിന്റെ പേരിൽ പാൻ കാർഡോ ആധാർ കാർഡോ ഇല്ല എന്നാണ് പറയുന്നത് എങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. അല്ലാതെ ചരിത്രത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യങ്ങളില്ല, രേഖകളില്ല എന്ന് താങ്കൾ പറയുന്നതിന്റെ അർത്ഥം താങ്കൾ ചരിത്രം പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ താങ്കളെ ഇതിനുവേണ്ടി ഉപയോഗിച്ചവർ ചരിത്രത്തെ തമസ്കരിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണ് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. രണ്ടാമതായി താങ്കൾ ഉന്നയിച്ച ഒരു വലിയ പ്രധാന വാദം എന്ന് പറയുന്നത് ഹോറസ് എന്ന ദേവന്റെ പുനരവതാരമാണ് ക്രിസ്തു എന്നാണ്, അല്ലെങ്കിൽ പുനരാഖ്യാനമാണ്. 3000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഗ്രീക്ക് ദേവനാണ് എന്നാണ് താങ്കൾ പറയുക. പക്ഷേ താങ്കൾക്ക് തെറ്റിപ്പോയി. ഹോറസ് എന്നത് ഗ്രീക്ക് ദേവനല്ല, അദ്ദേഹം ഈജിപ്തുകാരുടെ ദേവനാണ്. ഈജിപ്തുകാരുടെ ദേവനായ ഹോറസിനെ കുറിച്ച് താങ്കൾ സാങ്കല്പികമായ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇതേക്കുറിച്ച് വളരെ വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ഈജിപ്ഷ്യോളജി എന്ന് പറയുന്നത് ഒരു വലിയ വികസിതമായ ചരിത്ര ശാഖ തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്ര പൗരാണികത്വത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇൻഡോളജി എന്ന് പറയുന്നത് പോലെ ഈജിപ്തുകാരുടെ ചരിത്രപരതയും അവരുടെ ചരിത്രബോധവും വളരെ ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ചരിത്ര രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈജിപ്തുകാരെ കുറിച്ച്. അതുകൊണ്ടാണ് ഈജിപ്ഷ്യോളജി എന്ന ഒരു ചരിത്ര ശാഖ തന്നെ, അങ്ങനെ ഒരു പഠനശാസ്ത്രം തന്നെയുണ്ട്. ഇതേക്കുറിച്ച് ഈജിപ്തുകാരുടെ
മിത്തുകളെ കുറിച്ച് പഠിക്കാൻ താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അതിനൊരു ഗ്രന്ഥം നിർദ്ദേശിച്ചു തരാം. അത് ഓക്സ്ഫോർഡ് എസൻഷ്യൽ ഗൈഡ് ടു ഈജിപ്ഷ്യൻ മിത്തോളജി എന്ന് പറയുന്ന ഒരു വിഖ്യാത ഗ്രന്ഥമുണ്ട്. ഈജിപ്തുകാര് ഏതൊക്കെ മിത്തുകളാണ് വിശ്വസിച്ചിരുന്നത്, അവരുടെ ദേവന്മാരാരായിരുന്നു എന്നൊക്കെ പറയുന്ന വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. വീണ്ടും താങ്കൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഡേവിഡ് ആൻഡേഴ്സൺ എന്ന ലോകപ്രസിദ്ധ ഈജിപ്ഷ്യോളജിയൻ പണ്ഡിതന്റെ രചനകൾ താങ്കൾക്ക് പരിശോധിക്കാം. ഇതിൽ ഹോറസ് ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോറസ് ആരാണ് എന്ന് താങ്കൾക്ക് അറിയാൻ പാടില്ലാഞ്ഞതുകൊണ്ടാണ് താങ്കൾ ഹോറസിനെ ഗ്രീക്ക് ദേവനായിട്ട് അവതരിപ്പിക്കുന്നത്. അല്ല, ഹോറസ് എന്ന ഈജിപ്ഷ്യൻ ദേവൻ കന്യകയിൽ നിന്ന് ജനിച്ചു എന്നാണ് താങ്കളുടെ ഒന്നാമത്തെ വാദം, ക്രിസ്തുവുമായുള്ള സാമ്യം. അല്ലയോ സുഹൃത്തെ, കന്യകയിൽ നിന്നാണ് ഹോറസ് ജനിച്ചത് എന്ന് ഈജിപ്തിലെ ഏതെങ്കിലും ഒരു പൗരാണിക രേഖയിൽ നിന്ന് താങ്കൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഈ ഹോറസ് ജനിച്ചത് എങ്ങനെയെന്ന് ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ വളരെ വ്യക്തമായി മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ആരായിരുന്നു എന്ന് വ്യക്തമാണ്. ഒസീരിസ് എന്ന് പറഞ്ഞ ദേവന്റെയും ഈസിസ് എന്ന് പറഞ്ഞ ദേവിയുടെയും ശാരീരിക ബന്ധത്തിലൂടെയാണ് ഈ ഹോറസ് ജനിച്ചത് എന്ന് ഈ ആധികാരിക രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്രകാരമാണ് ഹോറസിനെ കുറിച്ചുള്ള മിത്ത് അല്ലെങ്കിൽ ഐതിഹ്യം. പിന്നെ താങ്കൾ എന്തിനാണ് ഇതിനെ കന്യകാജനനവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത്? എനിക്കറിയാം താങ്കളുടെ ചരിത്രപരതയ്ക്ക് ഊന്നൽ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭ പുറത്താക്കിയ ഒരു വ്യക്തി എഴുതിയ 1878 അദ്ദേഹത്തിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ക്രിസ്തീയ സഭ പുറത്താക്കിയ ഒരു വ്യക്തി ക്രിസ്തുമതത്തിന് എതിരായി എഴുതിയ മിത്തോളജിക്കൽ ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥമാണ് താങ്കൾ ഏറ്റവും വലിയ ചരിത്ര ഗ്രന്ഥമായി എടുത്തതും അവതരിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് താങ്കൾക്ക് അബദ്ധം പറ്റിയത്. ആ ഗ്രന്ഥം ആധികാരികമല്ല എന്നും അത് കേവലം ക്രിസ്തീയ വിരോധത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്നും തിരിച്ചറിയാൻ താങ്കൾക്ക് കഴിയാതെ പോയി. താങ്കൾ ഉറവിടങ്ങളിലേക്ക് പോകണം, അന്വേഷിക്കണം. എങ്കിലേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് ലഭിക്കുകയുള്ളൂ. വിശിഷ്യ ലോകത്തിലെ വിജ്ഞാനത്തിന്റെ ഈറ്റില്ലമായ ക്രിസ്തീയതയെയും ക്രിസ്തീയ വിശ്വാസത്തെയും സർവോപരി യേശുക്രിസ്തുവിനെയും കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത് എന്നുള്ളതിനാൽ താങ്കൾ കുറെ കൂടി ഗൃഹപാഠം ചെയ്ത ശേഷം ഈ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഈ സംവാദത്തിന് മുതിരണമായിരുന്നു എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഹോറസ് കന്യക ജനനത്തിലൂടെ ഉണ്ടായ വ്യക്തിയല്ല എന്ന് ഈജിപ്ഷ്യൻ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. വീണ്ടും ഈ ഹോറസിന്റെ ജനന തീയതി ഡിസംബർ 25 എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ വിജ്ഞാനത്തെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു, ലജ്ജിക്കുന്നു. കാരണം 3000 കൊല്ലം മുമ്പുള്ള ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കലണ്ടർ BC 46 ജൂലിയൻ കലണ്ടറാണ് എന്ന് താങ്കൾ ധരിച്ചു വയ്ക്കുന്നത് താങ്കളുടെ ചരിത്രപരതയിലെ അവിവേകമാകാം, അജ്ഞതയാകാം, അല്ലെങ്കിൽ ബോധപൂർവമുള്ള തമസ്കരണമാകാം. ഡിസംബർ എന്ന പേരും ആ മാസവും അല്ലയോ സുഹൃത്തെ, അത് റോമൻ കലണ്ടർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. ജൂലിയൻ കലണ്ടർ രൂപീകരിക്കുന്നത് ജൂലിയൻ ചക്രവർത്തി BC 46 മാത്രമാണ്. ഈ കലണ്ടറിലാണ് ഡിസംബർ എന്ന മാസമുള്ളൂ. ഈ കലണ്ടർ ഡിസംബർ എന്ന് പറഞ്ഞാൽ 10ാം മാസം എന്നാണ് അതിന്റെ അർത്ഥം. ദേച്ചം എന്ന ലത്തീൻ ഭാഷയിൽ അഥവാ റോമൻ ഭാഷയിൽ പറഞ്ഞാൽ 10ാമത്തേത് എന്നാണ് അർത്ഥം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മാസഗണന അനുസരിച്ച് 10 മാസമേ ഉള്ളൂ. അതാണ് ഡിസംബർ 10ാം മാസം എന്നതിന് പേര് വന്നു.
ഡിസംബർ എന്ന 10-ാം മാസം, അതിനോട് ജനുവരി, ഫെബ്രുവരി എന്ന 2 മാസങ്ങൾ കൂട്ടിച്ചേർത്ത് 12 വർഷത്തിന്റെ കലണ്ടറാക്കി മാറ്റിയത് ഈ ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്താണ്. ആ കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ താങ്കൾ ആരോപിക്കുന്നത് ഡിസംബർ 25-ന് ഹോറസ് ജനിച്ചുവെന്ന്. 3000 കൊല്ലം മുമ്പത്തെ ഈജിപ്ഷ്യൻ കലണ്ടർ താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈജിപ്തുകാരുടെ കലണ്ടർ സിസ്റ്റം സോളാർ കലണ്ടറേ ആയിരുന്നില്ല, അത് ചാന്ദ്രിക കലണ്ടറായിരുന്നു എന്നും അതിലെ ദിവസങ്ങൾ കേവലം 354 ആയിരുന്നു എന്നും ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അതല്ല എങ്കിൽ ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളവരോട് താങ്കൾ ചർച്ച ചെയ്താൽ താങ്കൾക്ക് മനസ്സിലാകും. ക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25 എന്നുള്ളതുകൊണ്ട് ഹോറസിന്റെ ജനനവും ഡിസംബർ 25 എന്ന് താങ്കൾ യാതൊരു ഗൃഹപാഠവും ചെയ്യാതെ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞപ്പോൾ താങ്കൾ ഈ സമൂഹത്തോട് ചെയ്തത് വലിയൊരു അപരാധമായിരുന്നു എന്നത് മനസ്സിലാക്കുക. അതുപോലെ ക്രിസ്തു സംഭവത്തിലെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അത് ഹോറസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ ആരെ കബളിപ്പിക്കാനാണ് നുണ പറഞ്ഞത് എന്ന് സ്നേഹബുദ്ധിയാ ചോദിക്കുകയാണ്. ഹോറസിന്റെ ജനന സമയത്ത് 3 ജ്ഞാനികൾ കാണാൻ വന്നു. സുഹൃത്തെ, താങ്കൾ ഏത് രേഖയിൽ നിന്നാണ് ഈ അറിവ് ഉദ്ധരിക്കുന്നത്? ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഇതേക്കുറിച്ചുള്ള ആധികാരിക രേഖകൾ ഞാൻ ഉദ്ധരിച്ചു കഴിഞ്ഞു. അതിലേതെങ്കിലും ഒരു രേഖയിൽ ഈ പറഞ്ഞ സാമ്യം താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ? 12-ാം വയസ്സിൽ മുതൽ 30-ാം വയസ്സ് വരെ ഹോറസ് പഠനത്തിന് പോയി, യേശുവും പഠനത്തിന് പോയി. രണ്ടും അബദ്ധജടിലമായ വാദങ്ങളാണ്. യേശു എവിടെ പഠിക്കാൻ പോയി എന്നാണ് താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഹോറസ് 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സുഹൃത്തെ, ജ്ഞാനസ്നാനം എന്ന വാക്ക് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യൻ പദമാണ്. ആ പദം 3000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഹോറസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് സ്ഥലകാല ബോധമുണ്ടോ എന്ന് ഞാൻ സ്നേഹബുദ്ധിയാ ചോദിക്കട്ടെ. കാലവും സ്ഥലവും മനസ്സിലാക്കാതെ ചരിത്രം പറയുമ്പോൾ ഇങ്ങനെയുള്ള ഹിമാലയൻ അബദ്ധങ്ങളിൽ താങ്കൾ ചെന്ന് ചാടുന്നതിന് താങ്കൾ മാത്രമാണ് ഉത്തരവാദി എന്നോർത്തിരിക്കും. വീണ്ടും ഹോറസിന്റെ ചരിത്രവുമായി ബന്ധിപ്പിച്ച് അദ്ദേഹം പറയാണ്, ഹോറസ് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതിന്റെ അടിസ്ഥാനം എവിടെയാണ്? ആധികാരികത എവിടെയാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക, ഹോറസ് ദേവനാണ്, മരണമില്ല എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഹോറസ് സൂര്യദേവനായിരുന്ന റേ എന്ന പേരിൽ ഈജിപ്തുകാർ കരുതുന്ന സൂര്യദേവനോടൊത്ത് എല്ലാ ദിവസവും ഹോറസ് അസ്തമിക്കുകയും സൂര്യനോടൊത്ത് ഉദിക്കുകയും ചെയ്യുന്നതിനെയാണ് ഹോറസിന്റെ ഉത്ഥാനം എന്ന് ഈജിപ്ഷ്യൻ മിത്തോളജികൾ അവതരിപ്പിക്കുന്നത്. ഈ 3-ാം നാളിലെ ഉത്ഥാനം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആശയവ? അത് കിട്ടണം എങ്കിൽ വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റൊരു രേഖയും താങ്കൾക്ക് ഉദ്ധരിക്കാൻ ഉണ്ടാവില്ല എന്നുകൂടി മനസ്സിലാക്കുക. 3-ാം നാൾ ഉയർത്തു എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ ആക്ഷേപിക്കാൻ ബോധപൂർവം നടത്തിയ നുണയാണ്. ഇനി ഹോറസിന് മരണമില്ല എന്ന ഒരു മിത്ത് നിലനിൽക്കുമ്പോൾ ഹോറസിനെ വെട്ടിഞ്ഞുറുക്കി അദ്ദേഹത്തിന്റെ ശരീരം കായലിൽ എറിഞ്ഞതായി ഈ മറ്റൊരു മിത്തോളജിയിൽ, ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ നമ്മൾ വായിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയായ ഈസിസിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ വെട്ടിഞ്ഞുറുക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ഒരു മുതല ഭക്ഷിച്ചു. അങ്ങനെ ഹോറസിനെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് ഈ മിത്തോളജിയിൽ കാണുന്ന മറ്റൊരു ഭാഷ്യം. വസ്തുതകൾ ഇതായിരിക്കവേ, അല്ലയോ സുഹൃത്തെ, താങ്കൾ എന്തിനാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ നിന്ന് അടർത്തിയെടുത്ത സംഭവങ്ങൾ ഓരോന്നും ഹോറസിന്റെ ജീവിതത്തിൽ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് താങ്കൾ ഹോറസിനെ ക്രിസ്തുവിന് തുല്യനാക്കാൻ ശ്രമിക്കുക?
താങ്കൾ ഈ പറഞ്ഞ കഥയുമായി അല്പം സാമ്യമുള്ള ഒരു കഥ റോമൻ ചരിത്രത്തിലുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈജിപ്ഷ്യൻ ചരിത്രത്തിലോ ഹോറസിനെ കുറിച്ചുള്ള മൂലകൃതികളിലോ അല്ല, മറിച്ച് പ്ലൂട്ടാർക്കിന്റെ മൊറാലിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലുണ്ട്. പ്ലൂട്ടാർക്കിന്റെ ജനനകാലം താങ്കൾ അറിയണം. പ്ലൂട്ടാർക്ക് എന്ന് പറയുന്ന റോമൻ, പിന്നീടാണ് അദ്ദേഹത്തിന് റോമൻ പൗരത്വം ലഭിച്ചത് എങ്കിലും അദ്ദേഹം ഒരു റോമൻ എഴുത്തുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. പ്ലൂട്ടാർക്കിന്റെ അഭിപ്രായത്തില് ക്രിസ്തുവിന് സമാനമായി ഹോറസിന്റെ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള അല്ലെ പുനർനിർമ്മിതി നടത്താനുള്ള ശ്രമം ആദ്യമായി നടത്തുന്നത് പ്ലൂട്ടാർക്കാണ്. അതായത് ക്രിസ്തുമതം സുവിശേഷങ്ങൾ രചിച്ചു കഴിഞ്ഞ് ക്രിസ്തുമതം ഒരു ഔദ്യോഗിക രൂപത്തിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുമതത്തിലേക്ക് അനേകായിരങ്ങള് ആകർഷിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ, ക്രിസ്തുമത വിശ്വാസത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ റോമൻ യഹൂദ ചരിത്രകാരന്മാരും എഴുത്തുകാരും പുതിയ പുതിയ കഥകൾ രൂപീകരിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം പല രചനകളും നമുക്കിന്ന് ലഭ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചന നമുക്കറിയാം, ചെൽസിയൂസിൻ എന്ന യഹൂദ പണ്ഡിതന്റെ രചനകൾ നമുക്കറിയാം. ക്രിസ്തീയ വിശ്വാസത്തെ, ക്രിസ്തുവിന്റെ ജീവിതത്തെ ഏറ്റവും നിശിതമായി ആക്രമിക്കുന്ന ഒരു രചന. അതുപോലൊരു രചനയാണ് റോമൻ പക്ഷത്തു നിന്നുള്ള പ്ലൂട്ടാർക്കിന്റെ രചന. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ചരിത്ര സംഭവങ്ങളെ എടുത്തുകൊണ്ട് ഹോറസിന്റെ കഥ പുനരാഖ്യാനം ചെയ്തത് പ്ലൂട്ടാർക്കാണ്. ചരിത്രം ഒരിക്കലും നുണ പറയുന്നില്ല. ചരിത്രത്തിൽ എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ക്രിസ്തുവിനെ കണ്ടവരുണ്ട്, ക്രിസ്തുവിന്റെ വചനം കേട്ടവരുണ്ട്. ഞങ്ങൾ കണ്ടതും കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് അനുഭവിച്ച്, സൂക്ഷിച്ച് വീക്ഷിച്ച് മനസ്സിലാക്കിയ ദൈവപുത്രനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ജീവിച്ച അപ്പസ്തോലന്മാരുടെ ഗണം, ആ അപ്പസ്തോലന്മാരുടെ തുടർച്ചയാണ് വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്തീയ സഭയും എന്ന് മനസ്സിലാക്കുക. ക്രിസ്തു സത്യമായിരുന്നുവെന്നും അവിടുന്ന് ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതിന്റെയും ഏറ്റവും വലിയ തെളിവ് ക്രിസ്തുവിന്റെ മരണ ദിവസം മുതൽ ഇന്നേ ദിവസം വരെയും വിശ്വാസത്തിന്റെ അണമുറിയാത്ത ഒരു തുടർച്ചയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെ മാത്രമല്ല, ഈ എപ്പിസോഡിന്റെ പരിധിയിൽ ഒതുങ്ങാത്ത ഒട്ടനവധി വിഷയങ്ങൾ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാനായി അവതരിപ്പിക്കുന്നു. ഉദാഹരണമായി താങ്കൾ പറയുകയാണ്, യഹൂദരുടെ മതഗ്രന്ഥമായ തോറായിലെ താന എന്ന ഭാഗമാണ് വാസ്തവത്തില് ഇവിടെ പഴയ നിയമമായി അവതരിപ്പിക്കുന്നത്. സുഹൃത്തെ, തോറായിലെ ഒരു ഭാഗമല്ല താന. താനാക്ക് എന്ന് പറയുന്നത് പഴയ നിയമത്തിന് മുഴുവനായി, അല്ലെങ്കിൽ യഹൂദരുടെ ബൈബിളിന് അവർ പൊതുവായി പറയുന്ന പേരാണ്. അതിലെ ആദ്യ ഭാഗം തോറ, രണ്ടാം ഭാഗം നബീം, മൂന്നാം ഭാഗം കെത്തുബീം. ഇത് മൂന്നും കൂടി ചേർത്തതിന് യഹൂദർ വിളിക്കുന്ന പേരാണ് താനാക്ക്. താനാക്ക് എന്ന പദത്തിലെ തോറായും നബിയും ചേർന്നതാണ് താന എന്ന് പറയുന്നത്. അല്ലാതെ തോറ എന്ന മതഗ്രന്ഥത്തിലെ ഒരു ഭാഗമല്ല താന എന്ന് താങ്കൾ ദയവായി മനസ്സിലാക്കിയിരിക്കും. അതുപോലെ തന്നെ പൗലോസ്ലീഹ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് എന്ന് താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ചരിത്രമറിയാവുന്നവർ മൂക്കത്ത് വിരൽ വെക്കും. ഇത്രയും വലിയ നുണ പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത് മതമൗലിക ചിന്തകൾ മാത്രമാണ്. ഇത് തെറ്റാണ്. താങ്കളുടെ വിശ്വാസം താങ്കൾക്ക് വിലയുള്ളതാണ് എങ്കിൽ തീർച്ചയായും അത് വിശ്വസിക്കാനും ആചരിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്ക് ശാന്തമായി ജീവിച്ചുകൂടെ? എന്തിനാണ് മറ്റൊരു മതത്തെയും മതത്തിന്റെ വിശ്വാസത്തെയും അതിന്റെ അടിസ്ഥാനങ്ങളെയും അവരുടെ ദൈവസങ്കല്പങ്ങളെയും
ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് ആക്ഷേപിക്കാൻ താങ്കൾ മുതിരുന്നത്? അതുകൊണ്ട് അല്ലയോ സുഹൃത്തെ, ചരിത്രം മാപ്പു തരാത്ത ചരിത്ര വക്രീകരണമാണ് താങ്കൾ നടത്തിയത് എന്ന് മാത്രം സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളും താങ്കളുടെ ഇതര ആരോപണങ്ങൾക്കുള്ള മറുപടികളും വരുന്ന എപ്പിസോഡിൽ നൽകുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ